സുബ്ഹാനല്ലാഹ്, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അതാ പിശാച് ശൈത്താന്മാരൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ, ഇത് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ആ മീറ്റിംഗിൽ പ്രധാനപ്പെട്ട ചർച്ച എന്താണ്? ഇന്നാലിന്ന മനുഷ്യൻ, അവനെ ഒരുപാട് കാലമായി നമ്മൾ തിന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, പക്ഷേ അവൻ വരുന്നില്ല. നേതാവിനോടുള്ള പരാതിയാണ്. പ്രശ്നത്തിനുള്ള പരിഹാരം നേതാവ് നിർദ്ദേശിക്കുന്നു. ഉൻളുറൂ ഇലാ ത്വആമിഹാ, അവന്റെ ഭക്ഷണത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണോ? അവൻ കഴിക്കുന്ന ഭക്ഷണം ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അവൻ ഹലാലായ ഭക്ഷണമാണോ കഴിക്കുന്നത്, അതല്ല ഹറാമായ ഭക്ഷണമാണോ കഴിക്കുന്നത്? ചില വിശദീകരണത്തിൽ കാണാം അവൻ വയറു നിറച്ചും ഭക്ഷണം കഴിക്കുന്നുണ്ടോ. ഇങ്ങനെ ഇത് നോക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി വിടുന്നു. പിറ്റേ ദിവസം പരാതി പറഞ്ഞ പിശാചിന്റെ ശിങ്കിടികൾ അവര് വന്നു പറയുന്നു നേതാവിനോട്. ഒന്നിരിക്കൽ പറയും അവര് ഹറാമായ ഭക്ഷണം കഴിക്കുന്നവരാണ്, പലിശക്ക് പണമെടുക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പലിശ നമ്മളറിയാതെ പല രൂപത്തിലും നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ചെയിൻ ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാതെ വഞ്ചനകളിലൂടെ സമ്പാദിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല രൂപത്തിലും സമ്പത്ത് പല രൂപത്തിലും സമാഹരിക്കുന്നവരുണ്ട്. ഹറാമും ഹലാലും പരിഗണിക്കാത്തവരുണ്ട്. ഇങ്ങനെ ജീവിച്ചാൽ അത്തരക്കാരെ കുറിച്ചതാ നേതാവിനോട് പരാതി പറയുന്നു. ഇവരെ വരുമാനം ഹലാലല്ല. അപ്പം നേതാവ് പറയുമത്രേ, എന്നാൽ അവൻ നിസ്കരിക്കട്ടെ, നിങ്ങൾ തടയാൻ പോവണ്ട. അവൻ നോമ്പെടുക്കട്ടെ, അവനെ നിങ്ങൾ പരിഗണിക്കണ്ട. അവൻ എത്ര ഖുർആൻ ഓതട്ടെ, അവനെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അവന്റെ ഭക്ഷണം ഹലാലല്ലാത്ത കാലത്തോളം ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കൂല, അവൻ രക്ഷപ്പെടൂല. ഇനി അതല്ല, ഭക്ഷണം ഹലാലായ വരുമാനത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്, അതേ ഹറാമിലേക്കൊന്നും ജീവിതത്തിൽക്കൊന്നും സമ്പാദിക്കാറില്ല. ഈ വിവരവും നേരെ നേതാവിനോട് പറയുന്നു. അവന്റെ ഭക്ഷണം വളരെ ശരിയായ ഭക്ഷണമാണ്, അവൻ ഹറാമായ ഒന്നും കഴിക്കാറില്ല, വരുമാനമില്ല, സമ്പാദ്യമില്ല. അപ്പൊ രണ്ടാമതായി പിശാചതാ പറഞ്ഞേക്കുന്നു, ഉൻളുറൂ ഇലാ കലാമിഹി, അവന്റെ സംസാരത്തിലേക്ക് ശ്രദ്ധിച്ചുനോളൂ. അഥവാ ഈബത്ത് പറയുന്നവനാണോ, അവൻ കളവ് പറയുന്നവനാണോ, അവൻ അനാവശ്യം പറയുന്നവനാണോ, സുബ്ഹാനല്ലാഹ്, യാതൊരു മാന്യതയുമില്ലാതെ സംസാരിക്കുന്നവനാണോ, ഇങ്ങനെ അനാവശ്യങ്ങൾ സംസാരിക്കുന്നവനാണെങ്കിൽ അവന്റെ ഇബാദത്തും അല്ലാഹുവിന് വേണ്ട. അവനെ നിങ്ങൾ തടയേണ്ടതില്ല, അവന്റെ ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കൂല. ഇനി മൂന്നാമതോ, അവരെ സംഘടനാ പ്രവർത്തനം നോക്കൂ നിങ്ങൾ. വ്യക്തമായ പാനൽ സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. മൂന്നാമതായി പറയുന്നു, ഭക്ഷണം റെഡിയാണ്, സംസാരം സൂക്ഷ്മതയോടെയാണ് എങ്കിൽ മൂന്നാമതായി പറയും, അവന്റെ രഹസ്യങ്ങളിലേക്ക് നോക്കൂ. അഥവാ ചിലർക്ക് മ്യൂസിക് പാട്ട് കേട്ടാലേ ഉറക്കം വരൂ, ചിലർക്ക് ഒരു സിനിമയെങ്കിലും കണ്ടാലേ ഒരു സന്തോഷം ലഭിക്കൂ, ചിലർക്ക് ഒരു അന്യ പെണ്ണിനോട് ചാറ്റ് ചെയ്താലേ സമാധാനം ലഭിക്കൂ. ഇങ്ങനെ രഹസ്യ ജീവിതത്തിൽ പല തെറ്റുകളും സാമ്പത്തികമായതും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ളതും പല രൂപത്തിലുള്ള ദുസ്വഭാവങ്ങളുള്ള ആളുകളാണ്. അവരെ കുറിച്ചും നേതാവ് പറയുമത്രേ, അവനെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല, അവന്റെ ഇബാദത്തും റബ്ബിന് വേണ്ടേ വേണ്ട.
എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശദീകരിക്കേണ്ട വിഷയമാണ്. സമയത്തിന്റെ ദൈർഘ്യം ഭയന്നു ഞാൻ ചുരുക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ഇബ്ലീസ് പിശാചെപ്പോഴും നമ്മളെ കൂടെയുണ്ടെന്ന ബോധം വേണം. നമ്മളെ സംസാരങ്ങൾ ശ്രദ്ധ വേണം. റമളാനാണ് വരാൻ പോകുന്നത്. ഇപ്പോഴേ നമ്മൾ ശാരീരികമായിട്ട് മാത്രമല്ല, സാമ്പത്തികമായി മാത്രമല്ല, മാനസികമായും നമ്മൾ ഒരുങ്ങി നിൽക്കണേ. എല്ലാവരോടും പൊരുത്തപ്പെടിപ്പിക്കണം. നമ്മളെ ഭാര്യയോട് പൊരുത്തപ്പെടിപ്പിക്കണം, ഭർത്താവിനോട് പൊരുത്തപ്പെടിപ്പിക്കണം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കണ്ടില്ലേ, വഫാത്തിന്റെ തൊട്ടു മുൻപ് തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ മുമ്പിലേക്ക് പതുക്കെ വേച്ചു നടന്നുവെന്ന് മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ കയറിയിട്ടൊരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അവിടെ നിന്ന് ഓരോന്നും ചോദിക്കുന്നു. സ്വഹാബാ, പ്രിയപ്പെട്ട ജനങ്ങളെ, 63 കൊല്ലം നിങ്ങളെ കൂടെ ഞാൻ ജീവിച്ചിട്ട് ഇതുവരെ നിങ്ങളെ ശരീരം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ എന്റെ മുതുക് കാണിച്ചു തരാം. എന്നെ തിരിച്ചടിച്ചോളൂ ജനങ്ങളെ. ഞാൻ നിങ്ങളോട് എത്രയോ പിരിവെടുത്തിട്ടുണ്ട്. വിശാലമായ ഹദീസ് ചുരുക്കി പറഞ്ഞവസാനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളോട് എത്രയോ പണം സമാഹരിച്ചിട്ടുണ്ട്. പള്ളി നിർമ്മിക്കാൻ, വിശാലമാക്കാൻ, കിണർ കുത്താൻ, വിവാഹത്തിന്, അങ്ങനെ പലപ്പോഴും പിരിവെടുത്തിട്ടുണ്ട്. അതിൽ ഒരു നയാ പൈസയെങ്കിലും ഞാൻ അന്യായമായി പറ്റിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ കുട്ടിയും എഴുന്നേൽക്കുന്നില്ല. അവസാനം മുത്തായ തങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, വിശ്വാസികളെ എന്നല്ല, ഭാര്യമാരെ എന്നല്ല, സ്വഹാബത്തെ എന്നല്ല, എല്ലാ ആഭാലവൃദ്ധം ജനങ്ങളെയും വിളിച്ചുകൊണ്ടാ പറയുന്നത്. ഇത്രയും കാലം നിങ്ങളെ കൂടെ ജീവിച്ചില്ലയോ? എന്റെ വാക്കുകൊണ്ടോ എന്റെ പ്രവർത്തനം കൊണ്ടോ നിങ്ങളെ അഭിമാനത്തിന് ക്ഷതം വന്നിട്ടുണ്ടോ? നിങ്ങളെ മനസ്സ് വേദനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഹാദാ ഇർളി, ഇതാ എന്റെ അഭിമാനം നിങ്ങളെ മുമ്പിൽ വെച്ചു തരാം. നിങ്ങൾക്ക് പകരം വീട്ടണോ? പകരം വീട്ടിക്കോ ജനങ്ങളെ. ഒരൊറ്റ കുട്ടിയും എഴുന്നേൽക്കുന്നില്ല. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളെ, നാളെ നിങ്ങളാരും പറയരുത് കേട്ടോ. എനിക്ക് തങ്ങളോട് പലതും പറയാനുണ്ടായിരുന്നു, പക്ഷേ തങ്ങൾ എന്നെ വെറുത്തു പോകുമോ? തങ്ങൾക്ക് എന്നോട് വിഷമമാകുമോ? തങ്ങൾക്ക് എന്നോട് വിഷമം വരുമോ എന്ന് ചിന്തിച്ചിട്ടാ ഞാനൊന്നും ചോദിക്കാതിരുന്നത്. എന്നൊരൊറ്റ കുട്ടിയും പറയരുത് കേട്ടോ. കാരണം ഞാൻ ആരെയും വെറുക്കൂല. അങ്ങനെ വെറുക്കുന്നൊരു സ്വഭാവം എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് ചോദിച്ചോ ജനങ്ങളെ. ഒരാളും എഴുന്നേൽക്കുന്നില്ല. അവസാനം മുത്തായ തങ്ങൾ അവസാന തടവെടുക്കുന്നു. നിങ്ങൾക്ക് എന്റെ ഇഷ്ടം വേണോ? സ്വഹാബത്ത് അതിനല്ലേ കഠിനാധ്വാനം ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ വെറുക്കൂലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ അവരെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ. ഉണ്ടെങ്കിൽ പറജനങ്ങളെ. പക്ഷേ ഒരൊറ്റ കുട്ടിയും എഴുന്നേൽക്കുന്നില്ല. അവസാനം മുത്തായ തങ്ങള് പറയാണ്, ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾക്ക് പകരം വേണ്ടെങ്കിൽ എടുക്കണ്ട. ഒന്ന് എഴുന്നേറ്റു നിന്നു പറ, തങ്ങളെ അങ്ങ് ഞങ്ങൾ അടിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങളെ മുത്തുനബിയല്ലേ, ഞങ്ങൾക്കത് പ്രശ്നമില്ല തങ്ങളെ, ഞങ്ങളത് പൊരുത്തപ്പെട്ടിട്ടുണ്ടേ.
അങ്ങ് ഞങ്ങളെ പണമെടുത്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്കത് വേണ്ട നബിയേ. അങ്ങ് ഞങ്ങളെ മുത്തു നബിയല്ലേ. അങ്ങ് ഞങ്ങളെ പരിഹസിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങളെ ഹബീബല്ലേ. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് പറയുകയെങ്കിലും ചെയ്യൂ സ്വഹാബാ. പൊരുത്തപ്പെട്ടു എന്നെങ്കിലും പറ സ്വഹാബാ. ഒറ്റ കുട്ടിക്കും ഒന്നും പറയാനില്ല. 63 കൊല്ലക്കാലത്തിനിടയിൽ 11 ഭാര്യമാർക്കു ഭർത്താവാണേ മുത്തുനബി. 7 കുട്ടികൾക്ക് ഉപ്പയാണേ ഹബീബ്. അതേ 2 കുട്ടികൾക്ക് വല്യുപ്പയാണേ മുത്തു റസൂൽ. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണേ, പള്ളിയിലെ ഖാദിയാണേ. അതേ ഒരുപാട് യുദ്ധം നയിച്ച ഭരണത്തലവനാണ്, അയൽവാസിയാണ്. അങ്ങനെ എല്ലാ തുറയിലും ജീവിച്ച നേതാവാണ്. അതാണ് അനബസറും മിസ്ലുക്കും. നിങ്ങളെപ്പോലത്തെ മനുഷ്യനെന്നതിന്റെ വിവക്ഷ അവിടെയാണ്. അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചിട്ടു പോലും മുത്തുനബി ചോദിക്കുന്നു, ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടോ? ഒരൊറ്റ കുട്ടിക്കും പരാതിയില്ല. അപ്പൊ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നൊരു വചനമുണ്ട്, ഓ സ്വഹാബാ, നാളെ ഞാനും നിങ്ങളൊക്കെ മഹ്ശറയിൽ വരുമ്പോ ഞാൻ നിങ്ങൾ അടിച്ചിട്ടില്ലെന്നതിന്, നിങ്ങളെ സമ്പത്ത് അപഹരിച്ചിട്ടില്ലെന്നതിന്, നിങ്ങളെ മനസ്സു വേദനിപ്പിച്ചിട്ടില്ലെന്നതിന് നിങ്ങൾ എനിക്ക് സാക്ഷികളാണ് കേട്ടോ. നാളെ ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ ഒരക്രമിയായി എനിക്ക് എൻ്റെ റബ്ബിനെ കണ്ടുകൂടാ. ആരാ മോനെ പറയുന്നത്? സ്വർഗത്തിന്റെ ഉദ്ഘാടകനാണ്, സ്വർഗത്തിലെ നേതാവാണ്. ആഖിറത്തിൽ അല്ല കഴിഞ്ഞാൽ പിന്നെ ഒരു വീറ്റോ പവറുള്ള നേതാവുണ്ടെങ്കിൽ അത് മുത്തു നബിയാണ് കേട്ടോ. ആ തങ്ങളാ പറയുന്നത്, നാളെ റബ്ബിനെ കാണുമ്പോ നിങ്ങൾക്ക് പൊരുത്തമില്ലാത്തൊരക്രമിയായി എൻ്റെ റബ്ബിനെ കണ്ടുകൂടാ. ഉപ്പ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉമ്മ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് മരിച്ച് കബറിൽ ചെല്ലുമ്പോ രക്ഷപ്പെടണമെങ്കിൽ, നമ്മളെ റമളാൻ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ, നമ്മളെ നിസ്കാരം നമുക്ക് കബൂലിയത്തുള്ളതാകണമെങ്കിൽ എല്ലാവരോടും പൊരുത്തപ്പെടിപ്പിക്കണം. മരിച്ചുപോയ വാപ്പയുടെ കബറിന്റെ അടുക്കൽ ചെല്ലണം, ഉപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം, യാസീനോദണം, തഹ്ലീൽ ചൊല്ലണം, ഉപ്പാക്ക് വേണ്ടി സ്വതക്ക കൊടുക്കണം, ഉമ്മാക്ക് വേണ്ടി കരഞ്ഞു പറയണം, അല്ലാ എൻ്റെ ഉപ്പക്ക് ഉമ്മക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അങ്ങനെ അവരെ പൊരുത്തം വാങ്ങണം. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം പൊരുത്തപ്പെടിപ്പിക്കണം. കൂടെ ജോലി ചെയ്യുന്ന കൊളീഗിയസ് തമ്മിൽ പൊരുത്തപ്പെടിപ്പിക്കണം. സഹപാഠികൾ തമ്മിൽ പൊരുത്തപ്പെടിപ്പിക്കണം. അയൽവാസികളോട് പൊരുത്തപ്പെടിപ്പിക്കണം. അങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മളെ മനസ്സൊന്നു ലുതുഫാകും, നമ്മളെ മനസ്സിന്റെ കാഠിന്യം കുറയും, നമുക്ക് അല്ലാഹനെ ഓർത്ത് കരയാൻ കഴിയും, നമുക്ക് റബ്ബിനെ കുറിച്ചുള്ള ചിന്ത വരും. അപ്പം നിസ്കാരത്തിൽ നമുക്ക് ആത്മാർത്ഥത വരും, നമ്മളെ നോമ്പിന്റെ യഥാർത്ഥ ഫലം ലഭിച്ചുകൊണ്ടിരിക്കും. ഈ റമളാനെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് അവസാനം പെരുന്നാൾ വരുമ്പോ ലഅല്ലക്കും തത്തഖൂൻ, പിന്നെ ഒരൊറ്റ സിനിമയും കാണാൻ നമ്മളെ മനസ്സ് അനുവദിക്കരുത്. പൂതിയില്ലേ പെങ്ങളെ അങ്ങനെ ഒരു നാളെയെ കാണാൻ? ഉപ്പാ നമുക്ക് അങ്ങനെ ഒരു നാളെയെ കാണാൻ ആഗ്രഹമില്ലേ? മടക്കി കുത്താൻ വേണ്ടി തുണിയുടെ അറ്റമങ്ങ് പിടിക്കുമ്പോ ഉള്ളിലൊരു ആന്തല് വരും, അല്ലാ എൻ്റെ ഔറത്ത് പുറത്ത് കാണുമല്ലോ. താടി വടിക്കാനും ബ്ലേഡ് കവിളിൽ കൊണ്ടുപോകുമ്പോ ഇതെന്റെ മുത്തു നബിക്ക് ഇഷ്ടമില്ലല്ലോ.
ചീത്ത പറയാൻ വായ തുറക്കുമ്പോ ഇതെനിക്ക് അനുവദനീയമല്ലല്ലോ. ഇങ്ങനെ നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് നന്മയുടെ ഒരു കൊള്ളിവെട്ടം ഇങ്ങനെ വീണു തുടങ്ങിയാൽ നമ്മളാരും അള്ളാനെ കുറ്റം പറയാറില്ലല്ലോ, നമ്മളാരും റസൂലുള്ളാനെ തെറി പറയാറില്ലല്ലോ. നന്നാവണമെന്ന് പൂതിയുള്ളത് കൊണ്ടല്ലേ വയലിനിരിക്കുന്നത്, നന്നാവാൻ പൂതിയുള്ളത് കൊണ്ടല്ലേ നമ്മൾ വെള്ള ധരിക്കുന്നത്, നന്നാവാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ മുത്തായ തങ്ങളെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലുന്നത്. അപ്പൊ അള്ള നമ്മളെ നന്നാക്കും ഉറപ്പാണ്. അതിനുള്ള ചെറിയ കൊള്ളിവെട്ടം നമ്മളെ ഉള്ളിലുണ്ട്. അതൊന്ന് ഊതിപ്പെരുപ്പിച്ചാൽ, നമ്മളെ ഈമാനൊന്ന് വളർത്തിയെടുത്താൽ, ആ ഉള്ളിലെ ഭയമൊന്ന് വർദ്ധിപ്പിച്ചെടുത്താൽ അള്ള നമ്മളെ കൈവെടിയൂല. അല്ലാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.